ഹലോ CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് ട്രിപ്പ് പ്ലാൻ്റെ സെക്കൻഡ് എപ്പിസോഡാണിത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ അതിനുശേഷം പോയ ഓരോ സ്ഥലങ്ങളുടെയും പറ്റുന്നത്ര ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അതിൽ നമ്മൾ ഇന്നിടുന്നത് ഹുസൈൻ സാഗർ, അതിലെ ബോട്ടിംഗ്, ബുദ്ധ സ്റ്റാച്ചു ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ഈ ഹുസൈൻ സാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനിർമ്മിത ഒരു ഹാർട്ട് ഷേപ്പ്ഡ് ലേക്കാണ്. ഇത് ഇബ്രാഹിം ഖുലി കുത്തബ് ഷാ 1563 നിർമ്മിക്കപ്പെട്ട ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ലേക്കാണ്. ഇതിൽ മ്യൂസി റിവറിൽ നിന്നുള്ള വെള്ളമാണ് കനാൽ വഴി ഇതിൽ എത്തിക്കുന്നത്. ഇതിൽ ഒരു ശ്രീബുദ്ധൻ്റെ ഗൗതമ ബുദ്ധ സ്റ്റാച്ചു സ്ഥാപിച്ചിട്ടുണ്ട്. അത് 1992 സ്ഥാപിച്ചത്. ഗിബ്രാൾട്ടർ റോക്ക് എന്ന് പറയുന്ന ഒരു വൈറ്റ് റോക്ക് അത് വെച്ചാണ്, ഒരു ഗ്രാനൈറ്റ് റോക്ക് വെച്ചാണ് ഈ ബുദ്ധ സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത്. അത് ഏകദേശം 450 ടണ്ണോളമുള്ള ഒരു വൈറ്റ് ഗ്രാനൈറ്റ് റോക്കാണ്. ഇത് 1992 ഏപ്രിൽ 12 ഈ ബുദ്ധ സ്റ്റാച്ചു ഇവിടെ സ്ഥാപിച്ചത്. ഒരു 18 മീറ്റർ ഹൈറ്റോളം ഉണ്ട് ഇതിന്, ബുദ്ധ സ്റ്റാച്ചുവിന്. ഇതിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ നമ്മൾ ലുംബിനി പാർക്ക്, ഹൈദരാബാദ് സെക്രട്ടറിൻ്റെ ഓപ്പോസിറ്റ് ലുംബിനി പാർക്ക്, അതിൽ കയറിയാൽ നമുക്ക് ബോട്ടിംഗ് സൗകര്യം ഉണ്ട്. അതിൽ നമുക്ക് 3 ടൈപ്പ് ബോട്ടുകളുണ്ട്. സ്പീഡ് ബോട്ട് നമുക്ക് സെപ്പറേറ്റ് എടുക്കാം. അല്ലാതെ തന്നെ നമുക്ക് നോർമൽ ഒരാൾക്ക് 100 രൂപ വെച്ച് ടിക്കറ്റ് എടുത്താൽ നമുക്ക് നോർമൽ വലിയ ബോട്ടിൽ ഒരു 100-150 പേര് കൊള്ളുന്ന ബോട്ട് അവൈലബിളാണ്. അല്ലാതെ തന്നെ ഒരു ഡാൻസിങ് ബോട്ടെന്ന് പറഞ്ഞിട്ട്, അത് പ്ലെയിൻ പ്ലാറ്റ്ഫോമുള്ളൊരു ബോട്ടിൽ അതിനകത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുള്ളത്. ഞങ്ങൾ അതിനകത്ത് ടിക്കറ്റ് എടുത്തതെന്ന് വെച്ചാൽ നോർമൽ വലിയൊരു 100-150 പേര് കൊള്ളുന്ന ഒരു ബോട്ടിലാണ്. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അതിൽ നമ്മളെ കൊണ്ടുപോയി ഗൗതം ബുദ്ധ സ്റ്റാച്ചുവിൽ ഇറക്കും. നമുക്ക് അവിടെ കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അതിന് ശേഷം അത് വെളിയിൽ ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ ബോട്ടുകൾ ആളുകളെ ഇറക്കും. നമ്മൾ കണ്ടു കഴിഞ്ഞവർക്ക് അടുത്ത ബോട്ടിൽ കയറി നമുക്ക് വീണ്ടും ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്താം. അപ്പോൾ ഈ ലേക്കിന് ഹുസൈൻ സാഗർ എന്ന് പേര് വരാൻ കാരണം ഈ കുത്തബ് ഷാഹി ഡൈനസ്റ്റിയുടെ ആർക്കിടെക്ചർ ആയിരുന്ന ഹുസൈൻ ഷാഹ് വാലി ആ ഒരു പേര് വെച്ചാണ് ഇതിനെ ഹുസൈൻ സാഗർ എന്ന പേര് വന്നത്. ആ സമയത്ത് ആർക്കിടെക്ചറായിരുന്നു, ആ കിങ്ഡമിൻ്റെ ആർക്കിടെക്ചറായിരുന്നു. അത് വെച്ചാണ് ഹുസൈൻ സാഗർ എന്ന പേര് അതിന് വന്നത്. ഇത് ഞാൻ ഗൂഗിളിൽ നിന്നെടുത്തതാണ്. ഇത് നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് അത് നോക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് ഇടുന്നതാണ്. ഈ ലേക്കാണ് ഹൈദരാബാദിനെയും സിക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന ലേക്കാണ് ഈ ഹുസൈൻ സാഗർ എന്ന് പറയുന്നത്. ഏകദേശം 32 അടിയോളം താഴ്ചയുണ്ട് ഈ ഹുസൈൻ സാഗറിന്. ഇത് രാത്രിയാണ് ഇത് വിസിറ്റ് ചെയ്യാൻ ഭംഗി. രാത്രി ഇത് ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇത് കാണാൻ രാത്രി കാണാനാണ് അടിപൊളി. അവിടെ നമ്മൾ ഈ ബോട്ടിംഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം, അതിൽ അതിനകത്ത് ലൈറ്റ് ഇട്ടിട്ടുള്ള ആ ഒരു ഇത് ഡയറക്റ്റ് കാണുമ്പോൾ ഇതിലും നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സെക്രട്ടേറിയറ്റ്. രാത്രി മുഴുവൻ ടൈമിലും അതിനകത്ത് ലൈറ്റ് കാണും. അപ്പോൾ അത് വേറൊരു ഭംഗിയാണ് രാത്രി കാഴ്ചയിൽ. ഇത് സെക്രട്ടേറിയറ്റിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ചെറിയൊരു വിവരണം ഹുസൈൻ സാഗർ, പിന്നെ നമ്മുടെ ബുദ്ധ സ്റ്റാച്ചുവിനെ പറ്റി ചെറിയൊരു വിവരണം. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡ് 3 നമ്മൾ അടുത്ത സ്ഥലത്തെ പറ്റി വിവരിക്കുന്നതാണ്. അപ്പോൾ അതുവഴേക്കും എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.